യെസ്, ഞാൻ ഈ വീഡിയോ ഇനി ഇടില്ല എന്നൊക്കെ ശപഥമെടുത്ത ഒരു കാര്യമാണ്. പക്ഷെ ഇന്നിപ്പം അനിവാര്യമായ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കിത് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ ദയവ് ചെയ്ത് എക്സ്ക്യൂസ് തരിക. ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ വാക്ക് തെറ്റിക്കാം, വാക്കല്ലേ തെറ്റിക്കാൻ പറ്റൂ. എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നിരന്തരമായിട്ട് എനിക്ക് വരുന്ന ഒരു കമൻ്റാണ്, വടച്ചേച്ചിയെ വിട്ടോ എന്ന്. വടച്ചേച്ചിയെ ഞാൻ പിടിച്ചു വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നെ അത്രത്തോളം അവഹേളിക്കുകയും എന്നെ അനാവശ്യമായി അതിനകത്ത് പുള്ളോൺ ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് വീഡിയോസൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നൊന്നും തന്നെ ഞാൻ ഇതുവരെയും മാറി ചിന്തിക്കുകയോ മാറി നിൽക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഇല്ലാത്തടത്തോളം വടച്ചേച്ചിയെ ഞാൻ പിടിച്ചാലെന്ത്, അടച്ചേച്ചിയെ ഞാൻ പിടിച്ചില്ലെങ്കിലെന്ത്. ഏതായാലും കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സത്യത്തിൽ കിച്ചു ഇത് ചെയ്യേണ്ടിയിരുന്നത് കുറേ മുൻപായിരുന്നു കേട്ടോ. കിച്ചു ഇത് ഒരുപാട് വൈകിയാണ് ചെയ്യുന്നത്. കുറേ മുമ്പ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിക്ക് ഇത്രയും കേൾക്കേണ്ടി വരത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, കിച്ചു ഇത് മുൻപ് ചെയ്താൽ പോലും ഇത്രയും കേൾക്കേണ്ടി വരും എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. രണ്ടുമുണ്ട്. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ഗോഷ്ഠികൾക്ക് തീരെ ബോധവും വിവരവും ഇല്ല. ഇപ്പോൾ സീമ എന്ന് പറയുന്ന ഉണ്ടല്ലോ ഒരാൾ, ഒരു പെൺകുട്ടീനെ ഇങ്ങനെ വീടൊക്കെ വെച്ച് കൊടുത്ത് ക്യാൻസർ പേഷ്യൻറ്റിനെ നോക്കി അവസാനം ആ പെൺകുട്ടി മരണപ്പെട്ടു പോയി. ശരണ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, സിനി ആക്ട്രസ്, മരണപ്പെട്ടു പോയിട്ടില്ലേ. അവരെ നോക്കുന്ന സീമ ജി നായരോ നന്മയോളിയ, അവർ ഇട്ട ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായി. സത്യത്തിൽ എനിക്ക് ആ സ്ത്രീയോട് കുറച്ചൊക്കെ ഒരു മതിപ്പുണ്ടായിരുന്നു. അതങ്ങ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആ ഒരു പോസ്റ്റ് വായിച്ചതോടുകൂടി. ആ പോസ്റ്റിൻ്റെ സാരാംശം ഇങ്ങനെയായിരുന്നു: ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ അവർക്കറിയാവുന്ന ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ അവരുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിന് നിങ്ങൾ എന്തിനു എതിർത്തെന്നു. അപ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ട പെണ്ണുങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ അതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ അതും മിണ്ടിയില്ല. കാരണം നമ്മൾ വല്ലതും പറഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വന്നിട്ട് അവളെ വിറ്റ് തിന്നില്ലേ, അവളെ കൊന്ന് തിന്നില്ലേ, അവളെ തിന്ന് പിച്ചില്ലേ, അവളെ മാന്തി കീറിയില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുക. ബൈ ദ വേ, ഞാൻ എൻ്റെ ഫേസ് ഉപയോഗിച്ച് എൻ്റെ ചാനലിൽ കൂടെ ചെയ്യുന്ന വീഡിയോസാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് എനി സ്പെസിഫിക് ലേഡി ഓർ എനി സ്പെസിഫിക് തിങ്. നമുക്ക് ഡെയിലി ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ആൻഡ് ദ കണ്ടൻറ്റ്സ് ആൾസോ നമുക്ക് നല്ല റവന്യൂ തരുന്നുണ്ട്. അത് മാത്രമല്ല നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും വ്യൂ ഏതിനൊക്കെയാണ് ഉള്ളതെന്ന്. നല്ല ഹെവി വ്യൂ ഉള്ള ചാനൽ തന്നെയാണ് എൻ്റെത്. എനിക്ക് അതിനകത്ത് വലിയ സങ്കടമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ക്ലീഷേ ഡയലോഗ് കൊണ്ട് ഒരു വിറ്റ് തിന്നില്ലേ, നിനക്കും നിൻ്റെ കൊച്ചുങ്ങൾക്കും നിനക്കും വരും. ഒരാൾക്കും വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അസുഖം എനിക്ക് വരണം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിനെ നമ്മൾ കണ്ടു. അവനെ കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കൂടുതൽ നേടുന്നില്ല. നമുക്ക് കിച്ചു പറഞ്ഞതിലേക്ക് പോവാം. എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളോടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞു അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാനൊരു കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്. അമ്മേന്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നു കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്. മനസ്സിലായോ? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു. അപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. മനസ്സിലായോ? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം.
എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയിട്ട് തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ ഇത് അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. ഈ ദിവസം കാണേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പലപ്പോഴായിട്ട് നമ്മളൊക്കെ വിലക്കിയത്, ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുതെന്ന്. അപ്പോൾ ഈ ഒരു വിഷയം എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഈ കുട്ടി ഇങ്ങനെ വിലക്കിയിട്ടുള്ള കാര്യം എനിക്കറിയത്തില്ല, എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുന്നത് പോലെ ഞാൻ ആ പയ്യനുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് ഇല്ല. അതുകൊണ്ട് ഇത് ഞാൻ ആദ്യം കേൾക്കുകയാണ് ഇങ്ങനൊരു വിധി, ഇങ്ങനൊരു സാധനം. അത് മാത്രമല്ല അവൻ പറഞ്ഞിരിക്കുന്നത്, ഇവക്ക് അവൻ അയച്ച മെസ്സേജ്, അത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തതൊന്ന് വായിക്കാം നമുക്ക്. ഹലോ, ഞാനൊരു കാര്യം പറയാനാ മെസ്സേജ് ഇട്ടേ. ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ബിഗ് ബോസ് പോലെയുള്ള വലിയ TV ഷോയിൽ ഇറങ്ങിയ ഒരു ആൾ എങ്ങനെയൊക്കെയാണോ കാണിക്കണ്ടേ അത്ര ഷോസും പ്രൊമോഷൻസും ഒക്കെ കിട്ടുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി. അങ്ങനെ ജീവിച്ചൂടെ? ഫെയിമായിട്ട് നിൽക്കുവല്ലേ? ഇങ്ങനെയൊക്കെ കാണിക്കണോ? ഋത്തപ്പനെ ഓർത്തെങ്കിലും ഇതൊക്കെ നിർത്തി. അല്ലാതെ എങ്ങനെ നിർത്തോ? അല്ലാതെ എങ്ങനെയൊക്കെ ജീവിക്കാൻ ഫെയിം ഉള്ളത് അല്ലേ? ഇങ്ങനെയൊക്കെ കാണിക്കാതെ ഇരിക്കി. അത്രയ്ക്കും വിഷമം വന്നിട്ടാ പറയുന്നേ. ഇതുവരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്ലീസ്. തൊഴുകൈയോട് ആ കുട്ടി അവൻ്റെ ഗതികേട് കൊണ്ട് അവൾക്ക് അയച്ചതാണ്. ഇത് കിട്ടിയിട്ടും പോട്ടെ. അടുത്തത്, ഋത്തപ്പൻ്റെ ഇതൊക്കെ എഫക്റ്റ് ചെയ്യൂലേ? അവനും ഈ ഫോട്ടോ ഒക്കെ യൂസ് ചെയ്യുന്ന ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന അല്ലേ? അവൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ എടുക്കും, അറിയാലോ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. മാഡത്തിൻ്റെ കമൻറ്റ് എന്തെന്ന് വെച്ചാൽ, മാഡം ഓൺ ടൈം മെസ്സേജ് അയച്ചിട്ടുണ്ട്, പേയ്മെൻ്റാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. പേയ്മെൻറ്റ് എത്രയാണെന്നുള്ളത് അതെ, അങ്ങനെ ഞാൻ അസ്യൂം ചെയ്യുന്നതാണ്. കറക്റ്റ് എനിക്കറിയത്തില്ല കേട്ടോ. എന്തോ ഒരെണ്ണം ഓൺ ടൈം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ ലൈവാണ് പോയത്. എൻ്റെ ലിപ്പ് പൊട്ടിയിരിക്കുന്ന കാര്യവും ആണ് സംസാരിച്ചത്. അല്ലാതെ വൃത്തികേടായി ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് അതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ആ മെസ്സേജിൻ്റെ സാരാംശം. ആ കുട്ടി അത് വേദനയോട് കൂടി അത് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിന് പകരം അവൾ നേരെ ആ ചെറുക്കന് നേരെ എന്തായിരുന്നു പുറപ്പെട്ടു വിട്ടത്? ഞാൻ പൈസ കൊടുക്കുന്നുണ്ടെന്ന്. ആ കുട്ടി 100-200 രൂപ വെച്ചാണ് അത് വാങ്ങിയതെങ്കിലും അവനുണ്ടായ മനോവിഷമം എത്രത്തോളമായിരിക്കും? എൻ്റെ അമ്മ ഇങ്ങനെ പോയിട്ട് കൊണ്ടുവരുന്ന പണം കൊണ്ടാണോ ഞാനിത് ജീവിക്കുന്നതെന്നുള്ള ഒരു തോന്നലിൽ സത്യത്തെ ആ കുട്ടി നമുക്കിടയിൽ ജീവനോടുള്ളത് വലിയൊരു കാര്യമാണ്. ആത്മാഭിമാന ബോധമുള്ളവർ ജീവിച്ചിരിക്കില്ല. എന്തായാലും അത് ഇങ്ങനെ ഒരു അമ്മയായതുകൊണ്ട് കുഴപ്പമില്ല. സ്വന്തം അമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിടയിൽ ആ കുഞ്ഞുണ്ടാവത്തില്ല. ഞാൻ ആ കുട്ടി അത്രത്തോളം പറഞ്ഞല്ലോ, അവനാ വിഷമിച്ച ആ കാര്യം പറഞ്ഞല്ലോ, അവനത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയത്തില്ല. കുറേ എണ്ണം ഉണ്ട് ഇവക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറയുന്ന കുറേ അഴകുഴ അഭിസാരികകൾ. ഇപ്പം വരും പടവെട്ടി പൊരുതി ഇനി ചാടി വീഴും, അങ്ങ് തുടങ്ങും. നീ പുഴുക്കുമടി, നിന്റെ കാല് മുറിഞ്ഞില്ലേടി, നിന്റെ മക്കൾ പുഴുക്കുമടി, നിന്റെ മക്കൾക്ക് വരുമടി, നിനക്ക് വരുമടി. കുറേ പ്രാക്കാണ്. പ്രാക്കല്ല, നിങ്ങൾക്ക് ആ വലിക്കുന്നതെന്നുള്ളതാണ് വാസ്തവം. നമുക്കിതൊന്നും വലിക്കുന്നില്ല. ഫലിക്കുന്ന മുഴുക്കം നിങ്ങൾക്കാണ്. പിന്നെ ഇവക്ക് വക്കാലത്ത് പറയാനും സപ്പോർട്ട് പറയാനും ഒരുപാട് ആൾക്കാരുണ്ട്. ഇവളെ എതിർത്ത് പറഞ്ഞവർ. ഇപ്പം സായിയൊക്കെ പോയി നല്ല പോലെ കേട്ടു. എന്തിനായിരുന്നു? നമ്മൾ പറഞ്ഞതിൽ കഴമ്പുണ്ടായിരുന്നില്ല എന്നും കൂടെയാണ് ആ ഒരു തടുമാറ്റം കൊണ്ട്, അതായത് ആ ഒരു രൂപമാറ്റം കൊണ്ട് വരുന്നത്. ഞാൻ ഒരിക്കലും മാറില്ല. ഞാൻ കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞ് ഉറച്ചു നിൽക്കുന്നവളാണ്. മാറാൻ പറ്റത്തില്ല. അസുഖം കൊണ്ട് ആരും ദേവതയാവത്തില്ല. അസുഖമുണ്ട്, ശരി തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ അതിനകത്ത് നിറച്ച് നുണ പറയുന്നുണ്ട്. അത് കാലം മനസ്സിലാക്കിച്ച് തരും. ഞാൻ പറയുന്നില്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഈ കുട്ടീനെ സൈബർ ബുള്ളിയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട രീതിയുണ്ട്. ഫേസ്ബുക്കിലൊക്കെ ആ കുട്ടീനെ പറയുന്ന തെറി, കഞ്ചാവാണ്, അതാണ്, ഇതാണ്, എന്തൊക്കെയാണ് ചെറുക്കനെ പറയുന്നത്. യങ് ജനറേഷനാണ്. എനിക്കും ആ പരുവത്തിൽ മകനുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഞാനവനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. പാവം കുഞ്ഞ്. അത് നമ്മളടുത്തൊന്നും ഇതുവരെ ഈ ഒരു കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ഇതുവരെയും സംസാരിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ സത്യം എൻ്റെ അടുത്ത് ഇക്കാര്യമൊന്നും ആ കുട്ടി പറഞ്ഞിട്ടില്ല.
അവന് ഒന്നും മിണ്ടാനില്ല. എന്നെ വഴക്ക് പറയല്ലേ, ഞാൻ ഇതിനകത്തില്ലേ എന്നല്ലാതെ അവനൊരക്ഷരം പറഞ്ഞിട്ടില്ല. ആ പാവപ്പെട്ട കുട്ടീനെ തെറി വിളിക്കുന്ന ഓരോരുത്തരും ഓർത്തോ, നിങ്ങൾ ശപിക്കുന്ന ശാപം അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും. ആ ശാപം നിങ്ങളുടെ കുടുംബത്തിൽ കയറി തട്ടും. നിങ്ങൾ അനാവശ്യമായിട്ട് ബാക്കിയുള്ളവരെ നെഞ്ചത്തോട്ട് കുത്തി കയറുമ്പോൾ ആ ശാപം നിങ്ങൾക്ക് വരട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. എന്താണ് അവളുടെ പ്രഹസനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഏതോ ഒരുത്തനെയൊക്കെ വെച്ച് പച്ചത്തെറി വിളിക്കുന്നുണ്ടായിരുന്നു എന്നെ. എന്തൊക്കെ വൃത്തികേടുകൾ. എൻ്റെ കുട്ടി ബൈക്ക് മോഷണ കേസിലെ പ്രതിവരെയായി. എന്തൊക്കെയാണ്. നമ്മളൊന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, ദൈവത്തിന് വിട്ടു. അവനവൻ ചെയ്യുന്നതിൻ്റെ കർമ്മഫലമാണ് അവനവൻ അനുഭവിക്കുന്നത്. അവളെ വിറ്റ് തിന്നത് മതിയായില്ലേ, അവളെ വിറ്റത് പോരെ, അവളെ വിറ്റുണ്ടാക്കിയത് പോരെ, നിങ്ങൾക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ചെയ്യുന്ന പോരെ. ഞങ്ങൾ എന്തായാലും കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പറയുന്നു എന്നതിനപ്പുറം ശരീരം വിറ്റ് തിന്നുന്നില്ലല്ലോ എന്നുള്ള സമാധാനമുണ്ട് എനിക്ക്. ഇത്രയെങ്കിലും ഈ ഒരു വിഷയത്തിൽ പറയണമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. ഐ റിയലി ഫീൽ സോറി ഫോർ ദം. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഞാനിത് പറയുക എന്നുള്ളത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി, പക്ഷേ വൈകിപ്പോയി മോനെ, നീ ഇത് ആദ്യമേ പറയണമായിരുന്നു. നിനക്കത് അറിയത്തില്ല ഇതെങ്ങനെ അവതരിപ്പിക്കണമെന്ന്. ആദ്യമേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിൻ്റെ ഉള്ളിൽ ആ വിഷമം നീ അപ്പോഴേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ഇത്രയും വഷളായി നിനക്ക് കിട്ടത്തില്ലായിരുന്നു. മാത്രമല്ല ആ കുട്ടി ഒരുപാട് പൊതിഞ്ഞു അവളെ. അപ്പം ഞാനും അവനെ പോയി കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എന്നെ തോപ്പിക്കാനാണ് അവൻ റത്തപ്പല കാണാനെന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയത്തിന് വന്നത്. അപ്പോഴും അവൾക്ക് വാശി മാറിയില്ല. ഞാനും ആലോചിച്ചു, ആ കുട്ടി വന്നപ്പോൾ ചേർത്തണയ്ക്കുന്നതിന് വരെ ഇവളെന്താ വാശി കാണിച്ചതെന്ന്. അപ്പോൾ ഇവർക്കിടയിൽ ഇങ്ങനെയൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത് എവൾ ഒളിച്ചു വെച്ചാലും ആ കുട്ടി അതെടുത്ത് പബ്ലിഷ് ചെയ്തപ്പം ഇപ്പം എനിക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. നല്ലതാണ്. അമ്മയും മകനെയും തെറ്റിച്ചത് ഞാനല്ല, അമ്മയുടെ കയ്യിരിപ്പ. കടിക്കല്ലേ എന്ന് എന്നിട്ട് ഞാൻ ലൈവാ പോയെന്ന്. ചുണ്ട് കടിക്കല്ലേ എന്ന് പറഞ്ഞത് ലൈവാ പോയെന്ന്. ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കാൻ എളുപ്പമാണ്. നിൻ്റെ കൂടെ നിൽക്കുന്ന കുറേ മന്ദബുദ്ധികൾ അത് വിശ്വസിക്കുകയും ചെയ്യും. അതുകൊണ്ടൊന്നും നീ ചെയ്ത തെറ്റല്ലാതാവത്തില്ല. എന്തോ ആയിക്കോട്ടെ, നിനക്ക് വന്ന അസുഖം ഭേദമാകുമെന്നുള്ളത് നിനക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നീ അത് വെച്ച് കളിക്കുന്നത്. ഭേദമാകാത്ത ഒരു അസുഖമാണെങ്കിൽ നീ ഇങ്ങനെ അഹങ്കാരവും പറയത്തില്ല. ഞാൻ ഒന്നും പറയത്തില്ല. കാരണം ഈ അസുഖം വന്ന് ഇതിനെ ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്ത് 3rd സ്റ്റേജിലുള്ള ഒരാളെ ക്യൂർ ചെയ്ത ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഒപ്പമുണ്ട്. എനിക്കറിയാമത്. അതുകൊണ്ട് തന്നെ പല പ്രഹസനങ്ങൾ കാണുമ്പോഴും ഞാൻ മൗനമായിട്ടിരിക്കുന്നു. ഒരുപാട് പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്, പക്ഷേ നമ്മളതൊന്നും പറയുന്നില്ല. ഓൾ ദ ബെസ്റ്റ്, നല്ലതായിരിക്കട്ടെ. എന്തായാലും ആ കുട്ടിയുടെ മനസ്സിൻ്റെ ഭാരം ഇറങ്ങി. അവനെ എടുത്തു വെച്ച് വീഡിയോ ചെയ്ത് അമ്മപ്പാസം വിളമ്പുന്ന, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സ്വന്തം അമ്മ ഇങ്ങനെയാണോ എന്നും കൂടെ ഒന്ന് അന്വേഷിക്കുക കേട്ടോ. ഇനി അതിൻ്റെ കൂടെ എനിക്ക് ഒരു കഥയും കൂടെ പറയാനുണ്ട്. ഞാൻ പണ്ട് വായിച്ചൊരു കഥയാണ്. ഞാൻ എന്തായാലും ആളുടെ പേരൊന്നും പറയുന്നില്ല. രാജാവ്, അത്യാവശ്യം സ്ത്രീലമ്പടനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അങ്ങനെ അയാൾക്ക് ഒത്തിരി പെണ്ണുങ്ങളുമായിട്ട് അഫെയർ ഉണ്ട്, കുട്ടികളില്ല. ഈ കുട്ടികളില്ലാത്തത് കാരണം ഇയാൾ എന്ത് ചെയ്യുന്നു, അഭിസാരികളുടെ പോകുന്നു. അതിലൊരു അഭിസാരിക ഇയാൾക്കൊരു കുഞ്ഞിനെ ജന്മം നൽകുന്നുണ്ട്. ജന്മം നൽകിയ അഭിസാരിക, ആ അഭിസാരികയെ അയാൾ കെയർ ചെയ്യാതെ കൊച്ചിനെ മാത്രം എടുത്തുകൊണ്ട് വന്നു. കാരണം അഭിസാരികയിലുണ്ടായ കുട്ടിയെന്ന് പറയാൻ നാണക്കേടുണ്ടാവും, അല്ലെങ്കിൽ അഭിസാരികയെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ നാണക്കേടുണ്ടാകും. അങ്ങനെ ഈ കുട്ടി വളർന്നു വരികയാണ്. കുട്ടി വളർന്നു വന്നപ്പോൾ അച്ഛൻ്റെ മറുപറവിയാണ്. അവയാക്കും ഇതുപോലെ പെണ്ണ് കേസിൽ ഭയങ്കര കുഴപ്പമാണ്. അവസാനം പോയും ഇയാൾ പോയത് ഇയാളുടെ അമ്മയുടെ അടുത്താണ്. അഭിസാരികയാണല്ലോ അവർ. അവിടെ ചെന്നപ്പോൾ മുഖസാദൃശ്യം കൊണ്ട് ഇയാൾക്ക് ഡൗട്ട് തോന്നി. ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ കാര്യങ്ങൾ ചോദിക്കുന്നിടത്ത് അവർ പറഞ്ഞു കൊടുത്തതാണ് ഈ രാജാവിൻ്റെ സ്റ്റെപ്പിനിയായിരുന്നു ഇവർ, അതിലൊരു കുഞ്ഞും ഉണ്ടായിട്ടുണ്ട് എന്ന്. ഏകദേശം റിലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ചെറുക്കന് മനസ്സിലായി ഈ പറയുന്ന ആൾ എൻ്റെ അമ്മ തന്നെയാണ് എന്നുള്ളത്. ആ കുട്ടിയിൽ ഉണ്ടായ ബുദ്ധിമുട്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തെ അവസാനത്തെ വാരിസാണ് അയാൾ. പക്ഷേ നിപ്പി കഴുത്തറുത്ത് തീർത്ത് കളഞ്ഞു എന്നാണ് കഥയിലുള്ളത്. ഇത് ഞാൻ പണ്ട് ചാണക്യ ഫലിതങ്ങളിൽ വായിച്ചതാണ്. ഫലിതമല്ല, ഇത് ഒരു ചാണക്യൻ്റെ ചരിത്രത്തിൽ വായിച്ചൊരു കഥയാണ്. അപ്പോൾ ഇത് പൊതുസമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി ഒരു മെസ്സേജ് പോലെ തന്നതാണ്. 2 മെസ്സേജുണ്ട്. ഒന്ന്, ഈ രീതിയിൽ വൾഗാരിറ്റിയിൽ ജീവിക്കുകയാണെങ്കിൽ അത് കണ്ടു വളരുന്ന കുഞ്ഞ് അത് തന്നെ ഫോളോ ചെയ്യും. 2, അഭിസാരിക വൃത്തിയിൽ ഇറങ്ങിപ്പോയാൽ ഒരു കുഞ്ഞിൻ്റെ അമ്മയായാൽ പിന്നെ ആ പരിപാടിക്ക് ഇറങ്ങരുത്. കാരണം അത് ബാധിക്കുന്നത് ആ കുഞ്ഞിനെയും കൂടെയാണ്. നാളെ പിറ്റേന്ന് ആ കുഞ്ഞ് നിൻ്റെ അടുത്തേക്ക് ഈ ലെവലിൽ വന്നാൽ നിനക്ക് നിന്നോട് തന്നെ ക്ഷമിക്കാനാവത്തില്ല എന്നുള്ളതാണ്.
എന്നുള്ളതാണ് അതിൻ്റെ മെസ്സേജ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുന്നു. മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തവർ ഇപ്പം വന്നിട്ട് കാക്കറ ബുക്കറ കീറാറി ഇതിൻ്റെ താഴെ വന്ന് തെറി വിളിക്കുന്നവർക്ക് ഞാൻ ഒരൊറ്റ മറുപടിയെ പറയാവൂ. നിങ്ങളുടെ കുടുംബത്തിലുള്ള പോലുള്ള അവിസാരികൾ എൻ്റെ കുടുംബത്തിലില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരത്തിൽ ജീവിക്കുന്നവരോട് വെറുപ്പും പുച്ഛവും അറപ്പുമാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാലും, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ പോലും അത്തരത്തിൽ ജീവിക്കുന്നവരെ, അത്തരത്തിൽ സ്വയം മാർക്കറ്റ് വൽക്കരിക്കുന്നവരോട് പുച്ഛവും അറപ്പും വെറുപ്പും തന്നെയാണ്. ആ പയ്യനെ ഉപദ്രവിക്കാതെ വെറുതെ വിടൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു റിക്വസ്റ്റാണ്. ആ കുട്ടീനെ വിട്ടേക്കൂ, അതിനെ വെറുതെ വിടൂ. അതിന് അമ്മപ്പാസം കാണിച്ചു കൊടുക്കണ്ട. അതിനേക്കാൾ കഴിയുന്നതിനേക്കാൾ മുകളിൽ അതിൻ്റെ അച്ഛനുണ്ടായ നാണക്കേട് മറയ്ക്കാൻ ഒരുപാട് ശ്രമിച്ചത്. പക്ഷേ അതിനെ ജീവിക്കാൻ വിടാതെ പിന്തുടർന്ന് ആക്രമിക്കുന്ന വല്ലാത്ത കുത്തിക്കഴപ്പുള്ളവർക്ക് മാത്രമേ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത്രയേ ഉള്ളൂ. നന്ദി.